അപ്പോൾ വെൽക്കം ടു ഗ്രീസ്. അതെ, ഞങ്ങളിവിടെ ഗ്രീസിലാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. ഏതൻസ് ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഞങ്ങൾ അറൈവ് ചെയ്തത്. ഇവിടെ നിന്ന് ഞങ്ങൾ ബൈ മെട്രോ നമ്മൾ ഇവിടുത്തെ തൊട്ടടുത്ത് തന്നെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ മെട്രോ സ്റ്റേഷനിൽ മെട്രോ സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇനി 1 hour ഉണ്ടല്ലോ ഇവിടെ നിന്ന് നമ്മുടെ അക്കോമഡേഷൻ എടുത്തേക്കുന്ന അവിടേക്ക് 1 hour ഉണ്ട്. നമ്മൾ ടിക്കറ്റ് ഇത് ഇവിടെ നിന്നാണ് മെട്രോയുടെ ടിക്കറ്റ് എടുക്കുന്നത്. ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാൻ ലണ്ടന്റെ സെലക്ട് ചെയ്തു. ബൈ ട്രാവൽ പ്രൊഡക്റ്റ് ഏതൻസ് ആൻഡ് എയർപോർട്ട് 90 minutes എടുക്കാം. ഈ റിട്ടേൺ കൂടി ചേർത്ത് എടുക്കണമെങ്കിൽ ഇവിടെ റിട്ടേൺ ഓപ്ഷൻ ഉണ്ട്. 3 ഡേയ്സിനകത്തും മാക്സിമം 3 ഡേയ്സിനകത്ത് അല്ലെങ്കിൽ 90 minutes. ഇതിപ്പോൾ 90 minutes രണ്ടെണ്ണം എടുക്കാം. ഒരെണ്ണത്തിന് €90 അല്ലേ? ഓക്കെ, നമ്മളിപ്പോൾ രണ്ട് ബാങ്ക് കാർഡ് കൊടുക്കാം. നമ്മളിൽ നമ്മൾ മറ്റേ വൈസിൻ്റെ കാർഡ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതാണ് നമ്മൾ ഇന്റർനാഷണൽ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മലയാളി ഫാമിലിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടുന്ന് മെട്രോ കയറി ഞങ്ങൾ നേരെ പോകുന്നത് ഞങ്ങളുടെ ഏതൻസിലെ അക്കോമഡേഷനിലേക്കാണ്. ഇവിടുന്ന് അറൗണ്ട് ഒരു 1 hour ഉണ്ട്. ഈസുവിന് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബാഗിൽ കരുതിയ അവളുടെ ഫേവറേറ്റ് സ്ട്രോബെറി ആൻഡ് ബനാന യോഗട്ടൊക്കെ എടുത്ത് അവൾ അത് നന്നായിട്ട് എൻജോയ് ചെയ്ത് മെട്രോയിൽ തന്നെ കഴിച്ചു. എന്നോട് ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട്, ഇസ് ദാറ്റ് മച്ച് ഈസി ടു ട്രാവൽ വിത്ത് എ കിഡ്, എസ്പെഷ്യലി ഇൻഫന്റ്? ഐ വുഡ് സേ നോ. പക്ഷെ നമ്മൾ അവരുടെ കാര്യങ്ങൾ കുറച്ചുകൂടെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും അവർ മാനേജ് ചെയ്യാൻ. കാരണം അവരുടെ ഹോൾ റൊട്ടീൻ ചേഞ്ച് ആകും അവർ ട്രാവൽ ചെയ്യുമ്പോൾ. ഓറഞ്ച് മരം, ഓറഞ്ചസ് ഉണ്ട് മുകളിൽ. താഴത്തേക്ക് പറിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. ഓറഞ്ചസ് ഉണ്ട് ഇതിൽ. ഏതൻസിൽ വന്നിട്ട് ഞങ്ങൾ ഫസ്റ്റ് കണ്ടതാ മെട്രോ സ്റ്റേഷൻ ഇറങ്ങി ഇങ്ങോട്ട് നടന്നപ്പോൾ ഓറഞ്ച് മരം. അതിനകത്തതാ ബാക്കിൽ കാണുന്നുണ്ടോ ഓറഞ്ചൊക്കെ നല്ല പോലെ പിടിച്ചിട്ട് താഴേക്ക് പറിച്ചേക്കുന്നത് മുകളിൽ നിൽപ്പുണ്ട്. കുറച്ചുണ്ട് കേട്ടോ, ഒരു ഏകദേശം 10-20 നിൽപ്പുണ്ട് മുകളിൽ. ഇതാ വീണ്ടും മുമ്പോട്ട് നടന്നപ്പോൾ നല്ല കൊലത്ത ഓറഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളഞ്ഞു നിൽക്കുന്ന ഓറഞ്ച്. ആദ്യമായിട്ട് നമ്മുടെ ഇവിടെ ലണ്ടനിൽ ഞങ്ങൾ ഇത് കണ്ടിട്ടേ ഇല്ല. അവിടെ ഇല്ല, അവിടെ ആപ്പിൾസ് ഉണ്ട്. ഓ, ഇത് നിറച്ച് പിടിച്ച് കിടക്കുന്ന കേട്ടോ. അതല്ല, നല്ല വിളഞ്ഞ ഓറഞ്ച്. അത് അപ്പോൾ നമ്മുടെ നാട്ടിൽ മാങ്ങ ഒരുപാടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സമയത്താട്ടോ ഞങ്ങൾ എത്തിയത്. സൺഡേ ഫുൾ ഓഫാണ്. ഒരു റെസ്റ്റോറൻറ്റ്സും ഒന്നും ഓപ്പൺ അല്ല. അതായത് നേരത്തെ ക്ലോസ് ആയി. 12 o'clock ക്ലോസ് ആയി. നമ്മൾ റൂമിൽ വന്നിട്ട് ഫുഡ് കഴിക്കാനുള്ള പ്ലാൻ ആയിരുന്നു. അപ്പോൾ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നമ്മുടെ അടുത്തുള്ളതൊക്കെ ക്ലോസ് ആയി. അപ്പോൾ ഞങ്ങളൊരു കഫേയിൽ വന്ന് ഇപ്പോൾ ഇതാ ഒരു കോഫിയും പിന്നെ ക്ലബ് സാൻഡ്വിച്ച് ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. ഈസു അപ്പോഴേക്കും ഉറക്കമായി. ഈസു ഇതാ നല്ല ഉറക്കമായി. നമ്മൾ 3 മണിക്കായിരുന്നു ചെക്കിൻ. അപ്പോൾ ചെക്കിന് വന്നപ്പോൾ അവിടെ അവർ ക്ലീനിങ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങളോട് ജസ്റ്റ് ഒരു വാക്കിന് പോയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മളൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഒന്ന് ലൈറ്റായിട്ട് കഴിച്ചിട്ടൊക്കെ ചെല്ലുമ്പോൾ അവരും ക്ലീനൊക്കെ ആക്കി റെഡിയാവും. അപ്പോൾ നമുക്ക് ചെക്കിൻ ചെയ്തിട്ട് പിന്നെ ഇന്നെന്താ പ്ലാൻ പറ. നമുക്ക് ജസ്റ്റ് ഇന്നിപ്പോൾ എന്തായാലും ഈവനിങ് ആയി. നമുക്ക് എന്തായാലും ജസ്റ്റ് ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പ്ലാക്ക എന്ന് പറയുന്ന സ്ഥലത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് വെറുതെ ഒന്ന് നടക്കാനൊക്കെ ഇറങ്ങി മാർക്കറ്റിലോട്ടൊക്കെ ഒന്ന് നടന്ന് അങ്ങനെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. സൺഡേ ആയതുകൊണ്ട് മിക്കുള്ള ഇതും ക്ലോസ് ആയിരിക്കും. അങ്ങനെ പിന്നെ ഒരു നൈറ്റ് ലൈഫ് ഉണ്ടാവുമായിരിക്കും പ്രതീക്ഷിക്കുന്നു. നൈറ്റ് ലൈഫാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. ഒരു കോംപ്ലിമെൻ്ററി ബ്രെഡ് തന്നെ. ബ്രെഡ് നമ്മുടെ റെഡ് വെൽവെറ്റ് പോലെ, പക്ഷെ ബ്രെഡാണ്. ബ്രെഡിൽ ഒരു റെഡ് വെൽവെറ്റിൻ്റെ കളറുള്ള ഒരു ഇത്, ചെറിയ മധുരമുണ്ട്. കൊള്ളാം, കോംപ്ലിമെൻ്ററി ആണ് തോന്നുന്നു കോഫീൻ്റെ കൂടെ. പിന്നെ ഇതാ ക്ലബ് സാൻഡ്വിച്ച് വന്നിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടല്ലോ. ഞങ്ങൾ കഴിക്കട്ടെ. നല്ല വിശപ്പ്, നല്ല ടയേർഡായി ആക്ച്വലി ട്രാവൽ ചെയ്ത്. ഒന്നും കഴിച്ചില്ലല്ലോ ഒന്നും. ഇവിടെ ഓൾമോസ്റ്റ് ഇപ്പോൾ എത്ര മണിയായി? 3:30 ആയില്ലേ? 4 മണിയായി ഇവിടെ. അതായത് ലണ്ടൻ ടൈം വരുമ്പോൾ 2 മണിയായി ലണ്ടനിൽ. കഴിച്ചില്ല ഞങ്ങൾ കഴിക്കട്ടെ.
ഹലോ. ഹായ്, വെൽക്കം ഹോം. ഇസു ഇസു വെരി ഗോയിങ്. കമൺ കമൺ. ഹോം കാണിച്ചു കൊടുക്കാം നമുക്ക്. ബാ. അതെ, വീട് കാണിച്ചു തരും. വെൽക്കം എന്ന് പറ. വെൽക്കം. വെൽക്കം വെൽക്കം. ഇതാട്ടോ ഞങ്ങൾ ഏതൻസിൽ എടുത്ത അപ്പാർട്ട്മെന്റ്. ഇതൊരു കയറി വരുമ്പോൾ ഇതൊരു ഹോളിൻ്റെ സൈഡിൽ തന്നെ കിച്ചൺ. ഇതാ കിച്ചൺ, ഒരു മിനി കിച്ചൺ അല്ലേ, ഭയങ്കര രസമുണ്ട്. ഇസുവിന് കുക്ക് ചെയ്യാനായിട്ടുള്ള ചെറിയ പാത്രങ്ങളും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ഇതും സ്പൂൺസ്, നൈഫ് എല്ലാം ഉണ്ട്. കോഫി മേക്കർ, കെറ്റില് അതെല്ലാം ഉണ്ട്. നമ്മളങ്ങനെ നോക്കി എടുത്തതാണ് ആക്ച്വലി. പിന്നെ ഒരു ബാൽക്കണി ഉണ്ട്, ഒരു ഓപ്പൺ ബാൽക്കണി ഉണ്ട് പുറത്ത്. ജസ്റ്റ് ഈവനിങ്ങിലൊക്കെ വൈബ് അടിച്ചിരിക്കാം. പിന്നെ സൈഡിലൊക്കെ നല്ല ഒരുപാട് ലാംപ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഡിം ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട്. കമോൺ ഇസു, കാണിച്ചു കൊടുക്കാം. ബാ. ഇനി നമ്മൾ ബെഡ്റൂമിലോട്ട് പോകുന്ന കേട്ടോ. ഇതാ ഞങ്ങളുടെ ബെഡ്റൂം. കമോൺ കമോൺ. യെസ്, ദിസ് ഈസ് അവർ ബെഡ്റൂം. ഒരു ബെഡ് നൈസായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ആംബിയൻസ് ലൈറ്റൊക്കെ കൊടുത്തിട്ട്. ഇസുവിൻ്റെ ബെഡ് ഇതാ. ഇസുവിന് വേറെ ബെഡാണല്ലോ. ഇസുവിൻ്റെ ബെഡ് കണ്ടോ നീ? ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഇവിടെ ഒരു സൈഡ് ബാൽക്കണി ഉണ്ട് കേട്ടോ. വലിയ വ്യൂ ഒന്നും ഇല്ല, പക്ഷേ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങാൻ നല്ല രസമായിട്ട് ഇറങ്ങാൻ പറ്റും. ഈ ബെഡ് എനിക്കൊന്ന് ഈ ബെഡ് സോഫ ബെഡ് ആക്കാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. അല്ലേ? അതെ അതെ. അല്ല അത് ഇങ്ങനെ തന്നെ കൊടുത്തേക്കും. ഇല്ല, നമുക്ക് അതിൻ്റെ യൂസ് ഇല്ല. എന്നാലും ഇസു ട്രൈ ചെയ്ത് നോക്ക്. ഇസു സോഫ ബെഡ് ആക്കാൻ പറ്റുമെന്ന്. ഇസുവിൻ്റെ ബെഡ് ഉണ്ടോ? യെസ്. അപ്പം ഇനി ബാത്റൂം കാണിച്ചു തരാം. ഇതാ കുട്ടി ബാത്റൂം. ക്യൂട്ട് ആൻഡ് കുട്ടി ബാത്റൂം. കളർ കൊള്ളാം അല്ലേ? അപ്പം ഇതാണ് നമ്മുടെ കുട്ടി അപ്പാർട്ട്മെൻറ്റ് ഇൻ ഏതൻസ്. ഞങ്ങളിതാ ചെറിയൊരു നാപ്പൊക്കെ എടുത്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് പുറത്തോട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. നൈറ്റ് ലൈഫ് ഒക്കെ എൻജോയ് ചെയ്തിട്ട് ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നൈറ്റ് ലൈഫ് ഒക്കെ എങ്ങനെയുണ്ട്? ഉറക്കം തെളിയാതെ ഇപ്പൊ ഒരു കരച്ചിലും കഴിഞ്ഞിരുന്നതിലോ ക്യാമറ കണ്ടപ്പോ ചിരിക്കുന്നു അല്ലേ? നോക്കി. അന്ന് നിന്ന് ഞാൻ എപ്പോഴും ഹാപ്പി ക്യാമറ വെക്കാം. അവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. നല്ല അതെ, ഞങ്ങൾ ജസ്റ്റ് റൂമിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ കേട്ടോ പുറത്തോട്ട്. അപ്പം നല്ല മ്യൂസിക് ഒക്കെ കേൾക്കുന്നുണ്ട്. ഒരു ട്രഡീഷണൽ മ്യൂസിക് അങ്ങനെയാണ് കേൾക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്താണെന്ന് ജസ്റ്റ് പോയി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അവിടെ ഫുൾ ആളുകൾ കണ്ടോ, ആളുകൾക്ക് കൂടി നിൽക്കുന്നുണ്ട്. പോയി നോക്കാം എന്താണെന്ന്. ജസ്റ്റ് പോയി നോക്കാം കേട്ടോ. ക്രോസ് ചെയ്തു. എന്താ കല്യാണമായിരിക്കോ? എന്തോ ഒരു വൈബ് തോന്നുന്നുണ്ട്. അങ്ങനത്തെ എന്തോ ഒരു സർക്കസ്. You know what is happening here? You know what is happening here? English is small winter. Yeah, that's fine. What is it's Greek music? Yeah. So it's get together like every weekend. Yes. Oh, okay. It's family or friends or social? Friends. Oh, okay. It's get together happening mainly. So you guys will sell these things as well. You guys will sell these things as well. Okay. Thank you.
എന്തായാലും ഭയങ്കര രസമുണ്ട് കാണാൻ എല്ലാവരും കൂടെ അല്ലേ. എല്ലാവരും കൂടെ വീക്കെൻഡ് ഞാനിവിടെ ചോദിച്ചപ്പോൾ ഇവിടെ ഉള്ളവർക്ക് അധികം ഇംഗ്ലീഷ് അറിയില്ലല്ലോ. പിന്നെ ഒരു പയ്യൻ കുറച്ച് ഇംഗ്ലീഷ് അറിയായിരുന്നു. പയ്യൻ പറഞ്ഞത് വെച്ചിട്ട് ഗെറ്റ് ടുഗെദർ പോലെയാണ്. ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വീക്കെൻഡിലൊക്കെ ഇങ്ങനെ കൂടിയിട്ട് ഗ്രീക്ക് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഡാൻസ് ഒക്കെ ചെയ്ത് പക്ഷെ ഒരു ബലൂൺസും നമ്മളില്ല മേളക്കൊക്കെ ഉള്ള പോലെ അല്ലേ, ഉത്സവം പോലെയൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. സ്റ്റേജൊക്കെ ഉണ്ട്. സ്റ്റേജിലൊക്കെയാണ് നിങ്ങൾ കണ്ടല്ലോ ആ പാട്ടൊക്കെ ഇട്ട് നല്ല രസമുണ്ട്. ഒരു വൈബ് അല്ലേ, ഇറങ്ങിയപ്പോൾ തന്നെ നല്ല രസമുണ്ട്. ഞങ്ങൾ ട്രെയിൻ കയറിയിട്ട് മെട്രോ കയറിയിട്ട് ഞങ്ങളിവിടെ പ്ലാക്കയിൽ ഇറങ്ങി. പ്ലാക്കയിലാണ് നൈസ്, നല്ല ഒരു എന്താ പറയുക, ഭയങ്കര രസമുള്ള ഒരു വൈബ് കേട്ടോ. ട്രാം പോകുന്ന സെൻട്രൽ റോഡിൽ കൂടെ 2 സൈഡിൽ 2 വീലർ ഇങ്ങനെ നടക്കാൻ പറ്റുന്ന ഭയങ്കര നൈസായിട്ട് ഞങ്ങൾ എത്തിയിട്ടേ ഉള്ളൂ. ഇനി അങ്ങോട്ട് നടന്നു നോക്കട്ടെ. ഞാനത് എന്താ വൈബല്ലേ. മൂണിനെ കണ്ടോ, മൂൺ ഗിത്താർ, വെരി റൊമാൻറ്റിക്, സീരിയസ്ലി സോ നൈസ്. ബെസ്റ്റ് പാർട്ട് വെതറാ, നൈസ് വെതറ്, തണുപ്പുമില്ല ചൂടുമില്ല, ഭയങ്കര ഒരു 15 ഡിഗ്രി ഒക്കെയാണ്. നമ്മളിവിടെ വന്നപ്പോഴത്തേന് 14 ഒക്കെ ആയിരുന്നു, 14-15 ഒക്കെ ആയിരുന്നു. അടിപൊളി വെതർ കേട്ടോ, ഒരു രക്ഷയില്ല. ഇത് കണ്ടോ, അക്രോപോളിസ് മ്യൂസിയത്തിൻ്റെ നൈറ്റ് വ്യൂ ആണ്. ഇവിടെ നമ്മൾ നാളെ ഡെയിലി വരുന്നുണ്ട്, പക്ഷെ നൈറ്റിൽ നല്ല രസമുണ്ട് കേട്ടോ. ഇതൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മ്യൂസിയം ആണ്. നൈറ്റ് വ്യൂ സൂപ്പർ. ദുബായ് ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം, പിസ്താഷ്യോ, നമ്മുടെ കുനാഫ ഡോ ഉണ്ട് ഇതിനകത്ത്. നൈസ്. വേറെ എന്തെങ്കിലും നടന്ന് കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് നല്ലപോലെ വിശപ്പടിച്ചു. അങ്ങനെ ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൽ കയറി മെനു കാർഡൊക്കെ നോക്കി ഞങ്ങൾക്ക് വേണ്ട ഐറ്റംസൊക്കെ ഒരുപാട് ഡിസ്കഷന് ശേഷം ഞങ്ങൾ ഓർഡറാക്കി. അപ്പോഴും അവർ പറയുന്നത് ദേ വിൽ ഓൺലി സെർവ് ഡ്രിങ്ക്സ്, അതായത് ക്ലോസിങ് ടൈം ആയ ഏകദേശം. അങ്ങനെ ഞങ്ങളിതാ ഇവിടെ നിന്ന് ഇറങ്ങി വേറൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ പിന്നെ എത്തിയ ഉടനെ ഞാൻ ചോദിച്ചു എപ്പോഴാണ് ക്ലോസ് ചെയ്യുന്നത്, ഞങ്ങൾക്ക് ഓർഡർ ചെയ്യാമല്ലോ. സോ ദേ ടോൾഡ് അവർ ഏർലി മോർണിംഗ് വരെ 2 o'clock 3 o'clock വരെ ഓപ്പണിംഗ് ആണ്. Illuminati, 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 and then Illuminati. Clap, 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 clap. Well done, my girl. തീർന്നില്ലേ? ഓക്കെ. ഇസമൊക്കെ നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളെ ഒന്ന് വൈബാക്കാൻ വേണ്ടി ഞാൻ കാണിക്കുന്ന ഓരോ വേലത്തരങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഇസു ഇന്ന് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. സോ ഇന്ന് ഇസുവിൻ്റെ ഡിന്നർ എന്താ? ഇസുവിൻ്റെ ഡിന്നർ ചിക്കൻ നഗറ്റ്സ് ആൻഡ് ഗ്രിൽഡ് പൊട്ടറ്റോസ്. ഇതാണ് ഇസുവിൻ്റെ ഇന്നത്തെ ഡിന്നർ. സ്ലോലി യു നീഡ് ടു ഈറ്റ്. ഓക്കെ, ചൂടുണ്ട് പൊന്ന. ചെയ്തത് പെനി ചിക്കൻ പാസ്തയും പിന്നെ ഇവിടുത്തെ ഫേമസ് സാധനമാണ് സൗലാക്കി. അതെ,
So are you excited? Thank you. How you doing? Enjoy it. Yeah, thank you. May I take it? Yeah, please. Give me this. Yeah. Enjoy it. Yeah. How old is she? She is 1.5. 1.5. Oh, 16, 18 months, huh? Yeah. I wish you the best. Thank you so much. Yes. ഇത് ഗ്രീക്ക് ഫേമസ് ആയിട്ടുള്ള സൗലാക്കിയാണ് കേട്ടോ. ചിക്കനാണ്, ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ടുള്ളത്. ബ്രെഡ് ക്രംസ് വെച്ചിട്ടുള്ള ഉഴുന്നുവട. അല്ലല്ല, പിന്നെ ബ്രെഡ്, നമ്മുടെ പീറ്റ ബ്രെഡ് ടോസ്റ്റ് ചെയ്തത്, കുറച്ച് സാലഡൊക്കെ ആയിട്ട്. പെനറ്റ് പാസ്ത ഉണ്ട്, ഇത് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. പെനറ്റ് പാസ്ത, ചിക്കൻ പെനറ്റ് പാസ്ത. പിന്നെ ഇസുവിന് നഗറ്റ്സും ഗ്രിൽഡ് പൊട്ടറ്റോസും. അല്ലല്ല, ഇത് ഫുള്ളി ചീസാട്ടോ, മൊസറല്ല ചീസും, നല്ല സ്ട്രെച്ചി ആയിട്ടുള്ള ചീസും. പൊട്ടറ്റോ ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, എനിക്ക് പിടി കിട്ടുന്നില്ല, പക്ഷെ ചീസാണ്, ഫുള്ളി ചീസ്. ഇഷു ഡിന്നർ എൻജോയ് ചെയ്തോ? ഇഷു ലെമൺ ആണോ കഴിക്കുന്നത്? ഇത് ഡിന്നർ കഴിഞ്ഞിട്ടുള്ളതാണോ ഇഷു? ഇഷുമാ ചിച്ചു ശരി ബായ്, ശരി ബായ്. എങ്ങനെയാണ് ഇങ്ങനെ മുങ്ങി കഴിക്കുന്നത് ലെമൺ? ആ തോട് കഴിച്ച് കഴിക്കുന്നു ഷാനു. ഷാനു ലെമണിന്റെ തോട് കഴിക്കുന്നത് ഇത് കണ്ടോ? നാരങ്ങയുടെ തോട് വരെ കടിച്ച് കഴിക്കുന്ന കൊച്ചു. ഇത് കണ്ടോ നിങ്ങള്? സി വെള്ളം കുടിക്കും, വെള്ളം കുടിക്കും, വെള്ളം കുടിക്കും. സ്റ്റുഡൻസും വാട്ടർ. വെള്ളം വെള്ളം നിന്ന് തരാത്, വെള്ളം കുടിക്കും. കഴിച്ചു കഴിയുമ്പോഴാ ഇസുവിന്റെ കോലെന്താ? ഇതാണ് ഇസു. ഏത് വെള്ളത്തിൽ ഇടട്ടെ നിന്നെ? ഏത് വെള്ളത്തിലാണ് നിന്നെ ഇടേണ്ടേ? അവരെന്നെ വഴക്ക് പറയട്ടെ. ഇവിടെ എല്ലാം ഈ ടേബിളൊക്കെ ഇനി ക്ലീൻ ആക്കണം അവർക്ക്. ആണോ? ഈശു എൻജോയ് ചെയ്തോ? ഡിന്നർ എൻജോയ് ചെയ്തോ? നല്ല നൈസായിരുന്നു കേട്ടോ, നൈസ് ഡിന്നറായിരുന്നു. അടിപൊളിയല്ലായിരുന്നോ? നല്ല ടേസ്റ്റ്, പാസ്തയൊക്കെ ഭയങ്കര ടേസ്റ്റ്. പിന്നെ എല്ലാം ഓവറോൾ നൈസായിട്ടുണ്ട്. ഡിന്നറൊക്കെ കഴിച്ചിറങ്ങിയപ്പോഴോ നല്ല അടിപൊളി യൂറോപ്യൻ മ്യൂസിക്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് സ്ട്രീറ്റ് മ്യൂസിക്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ എല്ലാവർക്കും ബൈ ബൈ.